പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ ആമേൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിനോടുള്ള മധ്യത്തില് ആമേൻ എനിക്ക് കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവ പ്രവൃത്തികളാണ് ഓരോന്നും അതിൻ്റെതായ സമയങ്ങളിൽ ഇത് കർത്താവ് ചെയ്യുന്നു എന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. എബനേസർ ആമേൻ മലയാളം വാക്യം നോക്കും. ഈ മലയാളം ആമേൻ എബനേസർ ഈ മലയാളം പ്രയർ ഗ്രൂപ്പിൽ ദൈവവചനം പ്രസംഗിപ്പാൻ കർത്താവിനെ ഒരുക്കിയല്ലോ. കർത്താവിന്റെ വലിയ കരുതലുകൾക്കായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ദിനം ആമേൻ നമ്മളെ വിട്ട് ആമേൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ആമേൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ആരംഭത്തിൽ ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ആമേൻ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ ആമേൻ ആമേൻ അടുത്തൊരു നിമിഷം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആമേൻ അറിയത്തില്ലാത്ത തരത്തിലുള്ളതായ പ്രതിസന്ധികൾ ഓരോ മണിക്കൂറുകളിലും ആമേൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവജനം എങ്ങനെ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കണം, എങ്ങനെ ദൈവജനം ദൈവസന്നിധിയിൽ നിലനിൽക്കണം എന്ന് ആമേൻ മനസ്സിലാക്കാതെ ഓരോരുത്തരും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഞങ്ങളുടെ ചർച്ചിൽ ഇന്നലെ രാത്രിയില് ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ഒരു കുഞ്ഞ് വെക്കുന്നവനൊരു വയറുവേന കണ്ടിന്യൂസ് ആയിട്ട് ആമേൻ ആമേൻ വേദന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഡോക്ടർമാർ നോക്കിയിട്ട് കുഞ്ഞിന്റെ വേദന എന്താണെന്ന് ആമേൻ കണ്ടെത്താൻ കഴിയുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് അതിന് വയറുവേദന. ആശുപത്രി കൊണ്ടുപോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ആ മരുന്നുകൾക്കൊന്നും ആ കുഞ്ഞിന്റെ വേദനയെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. സ്തോത്രം. ദൈവജനത്തിന് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ അടിക്കടി ആമേൻ നിൽക്കുവാൻ കഴിയാത്ത ശോധനകളിൽ കൂടി കടന്നു പോകുന്ന ഈ നിമിഷത്തിൽ ആമേൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ നമുക്ക് അധികാരത്തോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാം. ആമേൻ. ആവാലവൃത്തം ജനത്തിന്റെ നടുവിലും വലിയൊരു ദൈവിക ശക്തിയുടെ മുഴക്കം ആമേൻ സംഭവിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഏറ്റവും ആമേൻ ആസിദ്ധമായി ആമേൻ അടുത്തുകൊണ്ടിരിക്കുക. അത് ഏറ്റവും വേഗതയിൽ അതിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികൾ നടക്കുവാൻ അല്ലെ യേശുവിനെ കുറിച്ചുള്ള ആ സത്വാർത്ഥം മുഴങ്ങുവാൻ ആമേൻ ശക്തമായി ആമേൻ ഭൂമിയിൽ പ്രതിസന്ധികളും നിലനിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും വെളിപ്പെടുമ്പോൾ ദൈവമക്കൾക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് അടുത്തു വരാം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നോട് ായി ഒന്ന് സംസാരിക്കണമേ. അങ്ങയുടെ ആത്മാവ് എന്റെ മേലൊന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ ശക്തി എന്റെ മേലൊന്ന് വ്യാപരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേൽക്കാൻ ആമേൻ ശക്തിയോടെ അടുത്ത മണിക്കൂറുകളിൽ എന്നെ കൊണ്ട് ചെയ്യാൻ എന്താണോ എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് അതിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാകത്താവേ എന്നുള്ള വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാം. Harabana, Artani, Janagada, Astal Kamana Vaidabana, Dire Kamana Gadaga, Janadi, Saidal Pravudamana, Arthamana Rigadinigaraga, Shaidal Kamana Gadaga, Hallelujah, Devatunamagutum, 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 Arakapatagunyada and Yangalang, Waltugia, Arakapatagunyada and Yangalanga, Devates Tudikia, Isaman Yangalet and the Deva Garangal Pigino, Amen, Adine, upon the Garangal Pigino, Watinam Sradikina, Yella Deva Janam. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികമായ ആ വചനത്തിന്റെ ശക്തി കടന്നിയെന്ന് ആമേൻ ഹൃദയങ്ങളെ മുറിഞ്ഞിരിക്കുന്നതിനെ ആശ്വസിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുകയും അവരായിരിക്കുന്ന പ്രതിസന്ധികളെ തൊട്ട് സംസാരിപ്പാൻ ചുടമനകർത്തന അരികതികരഘടക ജനതികരകസി അച്ഛികമനഘടക കമനഘടകജാന ദൈവം ഇന്ന് പകല് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക കർത്താവേ. അവിടുത്തെ അത്ഭുതം വെളിപ്പെടണമേ, അവിടുത്തെ അത്ഭുതം വെളിപ്പെടണമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടണമേ. ഞങ്ങളെ താഴ്ത്തുന്ന പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകല് വചനം എന്നെ ശുശ്രൂഷിക്കാനായി വിളിച്ച പ്രിയ ഫേവസസ്
നിങ്ങളുടെ എല്ലാവിധമായ എല്ലാ പ്രവർത്തന മേഖലകളെയും ദൈവം സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഫെലോഷിപ്പിനെ ദൈവം ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ. ഇതിനകത്ത് പങ്കാളികളായി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരിമാരെയും ദൈവം ശക്തിയോടെ ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഇന്ന് ഗാനം ആലോചിച്ച പ്രിയ ജെറ്റി ജോൺ, പ്രിയ പൈതലിനെ എനിക്കറിയാം. ദൈവം അവളെയും ശക്തിയോടെ കാലഘട്ടത്തിന് ഉണർവിനായി ആത്മശക്തിയോടെ കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് സംസാരിപ്പാൻ മാറി മാറി ദൈവം തന്ന ചില വചനങ്ങളുടെ ഭാഗങ്ങൾ. ഒന്ന്, എഴുന്നേൽക്കുക. ആമേൻ. രണ്ട്, ആമേൻ കോപത്തെ ഉപേക്ഷിക്കുക. ആമേൻ. രണ്ട് കോപത്തെ ഉപേക്ഷിക്കുക. മൂന്ന്, പാപത്തെ വിട്ടോടുക. ആമേൻ. 3 വിഷയങ്ങളാ കർത്താവ് എന്റെ ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിപ്പാനായി തന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഒന്ന് എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിടത്ത് ഇരുന്നുകൊണ്ട് സ്തോത്രം ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റാൽ നമുക്ക് ചിലത് ചെയ്യാം. നമ്മൾ എന്താണോ നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം. അത് ചെയ്യുവാൻ നമുക്കൊരു ശ്രമം ആവശ്യമാണ്. സ്തോത്രം. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് എഴുന്നേറ്റ് ഞാൻ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഈ ആഗ്രഹം എന്താണോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അത് ചെയ്യണമെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് എഴുന്നേറ്റ് അടുത്ത എൻ്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ മൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാതെ നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 8:26 ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുക. അപ്പോസ്തല പ്രവൃത്തി 8:26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. വിഷയം എഴുന്നേൽക്കുക എന്നുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിൽ ഇന്ന് പകല് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞങ്ങൾ കറുകച്ചാലി കർത്താവിന്റെ വേല ചെയ്യുന്നു. ഗ്ലോറിയസ് ബദേൽ ചർച്ചിന്റെ ഇതിലാണ് ഞങ്ങൾ ന്യൂ ഇന്ത്യയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. പുതിയതായി തുടങ്ങിയിട്ട് 3-4 വർഷമേ ആയിട്ടുള്ളൂ. കർത്താവ് കോവിഡിന്റെ സമയത്ത് വ്യത്യസ്തമായ ഒരു നിയോഗം ഞങ്ങളുടെ മേൽ തന്നാണ് കറുകച്ചാലിലേക്ക് വന്ന് കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഇന്ന് 4 വർഷം ഈ കഴിഞ്ഞ 9-ാം തീയതി പൂർത്തീകരിച്ചു. കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായി സ്തോത്രം ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ജയോത്സകരമായി നടത്തുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ഹല്ലേലൂയ. കർത്താവ് വിളിച്ച നാളു മുതൽ ഇന്നു വരെ ഏറ്റവും സന്തോഷകരമായി എനിക്ക് പറയാൻ പറ്റുന്നത് കൃപയാൽ നിർത്തി. ദൈവത്തിന്റെ കരുണയാൽ നിർത്തി. ദൈവത്തിന്റെ സ്നേഹത്താൽ നിർത്തി. മറ്റൊന്നും പറയുവാൻ ഒന്നുമില്ല. ഏറ്റവും ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ സ്തോത്രം മരണം എന്നെ തേടി വന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ മരണത്തിന്റെ അവസ്ഥയിൽ ഞാൻ പെട്ടുപോകാവുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. എൻ്റെ ഈ മെസ്സേജിനോട് ചേർന്ന് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എഴുന്നേറ്റ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച അവന്റെ ജീവിതത്തിന്റെ വഴിയിൽ അവൻ എന്തെല്ലാം പ്രതിസന്ധികൾ അവനെ നേരിടുവാൻ അവന് മുൻപേ പിൻഗമിച്ചു വന്നാലും ഹല്ലേലൂയ അവന്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗത്തെ വഴിയിൽ വെച്ച് തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാനത് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നത്, ഞാനൊരു കഴിഞ്ഞ വർഷം ജനുവരി 1 ഒരു യാത്ര തിരിച്ച് ഞങ്ങളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എറണാകുളത്തേക്ക് കടന്നു പോകുമ്പോൾ സ്തോത്രം വാഹനത്തിൽ വെച്ച് വളരെ ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ നേരിടുവാനിടയായി തീർന്നു. സ്തോത്രം. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഞങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് സ്തോത്രം എന്തോ ഒന്ന് എന്നെ ബാക്കിൽ നിന്ന് കടിച്ചു. എന്നതാണെന്ന് എനിക്കറിയത്തില്ല. എന്തോ എന്നെ കടിക്കുന്നതായി ഞാൻ ഇങ്ങനെ പറഞ്ഞു. 2 വട്ടം പറഞ്ഞു എനിക്ക് കടിക്കുന്നുണ്ട് പുറകിൽ നിന്ന്. സ്തോത്രം. അന്നേരം എൻ്റെ കൂടെയുള്ള ഹസ്ബൻഡും കുഞ്ഞുങ്ങളും പറഞ്ഞു അതെന്തേലും ഉറുമ്പോ എന്തെങ്കിലും ആയിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും ഇങ്ങനെ തൂത്തിട്ട് പിന്നെയും ബലത്തോടു കൂടി സീറ്റിലിരുന്നു. വണ്ടിയിലാണല്ലോ, വേറെ എന്തും വരാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചു. സ്തോത്രം. പിന്നെയും കുറച്ചു പിന്നെയും എന്നെ കടിക്കുന്നു. അപ്പൊ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ സീറ്റിന്റെ ചായച്ചിട്ട് ബാക്കിലേക്ക് ഒന്ന് ഇച്ചിരി നേരം കടന്നു. സ്തോത്രം. ഈ കടന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരകരമായി ശരീരം വിറയ്ക്കുന്നത് പോലെയും എൻ്റെ ശരീരം തളർന്നു പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. സ്തോത്രം. കുറച്ച് സമയം ശുശ്രൂഷയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാൻ വാഹനത്തിൽ ആരോടും ഈ വിഷയം പറഞ്ഞില്ല, തുറന്ന് സംസാരിച്ചില്ല. ഹല്ലേലൂയ. കുറെ
മണിക്കൂറുകൾ 1-2 മണിക്കൂറുകൾ മുന്നോട്ട് കടന്നു പോയതിനു ശേഷം എനിക്ക് പിന്നെയും തല കറങ്ങുന്നു. എൻ്റെ ശരീരം വീണ്ടും പ്രയാസമായി, എന്തോ ബുദ്ധിമുട്ട് വരുന്നു, വീർക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആമേൻ സ്തോത്രം. ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ വളരെ സൈലന്റ് ആയി വാഹനത്തിലിരുന്നു. വാഹനത്തിൽ എറണാകുളത്ത് അവിടെ ചെന്ന് ശുശ്രൂഷ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോളോട്, എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നു, നീ എൻ്റെ കൈക്കൊന്ന് പിടിച്ച്. എനിക്കൊട്ടും എൻ്റെ കാലുകൾക്കെടുത്ത് എനിക്ക് വെച്ചിറങ്ങുവാൻ കഴിയത്തില്ലാത്ത വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുകയാണ്. ആമേ സ്തോത്രം. കുഞ്ഞു വന്നെന്നെ പിടിച്ച് ഞങ്ങൾ പതുക്കെ ഹോളിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ സാധാരണ എന്നെ അറിയാവുന്നവരൊക്കെയും ആമേ സ്തോത്രം. എനിക്ക് അവിടെ ചെന്നിട്ട് വർഷിപ്പിലൊന്നും എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാനോ വർഷിപ്പ് അല്ല സന്തോഷിക്കുവാനോ ആരാധിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ കഴിയുന്നില്ല. പക്ഷെ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഓരോ മണിക്കൂറുകളും കർത്താവേ നീ എന്നെ നടത്തുന്നല്ലോ, എന്താ എനിക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്നുള്ള ചിന്തയിൽ. അപ്പൊ ഞാൻ പല കാര്യങ്ങൾ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. എങ്കിലും ആമേൻ അവിടെ ശാന്തമായി മീറ്റിംഗ് തീരുന്നോടം വരെ ഇരുന്നു. ആമേൻ പിന്നെയും മീറ്റിംഗ് തീർന്ന് വാഹനത്തെ കയറി വരുന്ന വഴിയൊക്കെ നോക്കുമ്പോൾ കാലെല്ലാം നീരിച്ച് ഒരു കളറ് മാറിയിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ കാലിങ്ങനെ ഹസ്ബൻഡിനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് അച്ചാച്ചൻ പറഞ്ഞു, അത് നിന്റെ ചുരിദാറിന്റെ ഒരു പുതിയ ചുരിദാറാണ് ഞാൻ ഇട്ടിരുന്നത്, ആ ചുരിദാറിന്റെ കളറ് വല്ലതും ഇത്രയും വേർക്കൊക്കെ ചെയ്തപ്പം ആമേൻ അത് കളറ് വന്നതായിരിക്കാം, അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഈ യാത്രയായി. കുറെ കാലങ്ങളിൽ കടന്നു പോകുന്ന ശേഷമൊക്കെയും എനിക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത വിഷമം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാകുകയാ. വരുന്ന വഴിക്കൊക്കെ ഈ ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ നോക്കിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്നു അമ്മേൻ പ്രാർത്ഥിച്ച് കടന്നുറങ്ങി. നാമേ സ്വതന്ത്ര പ്രഭാതത്തിൽ അതുപോലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് 5 മണിക്ക് ഒരു ഓൺലൈൻ പ്രേയർ ചർച്ചിന്റെ ഉണ്ട്. അത് എഴുന്നേറ്റ് ഞാൻ തന്നെയാണ് ലീഡ് ചെയ്തത്. എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ സംസാരിക്കുമ്പോഴൊക്കെ നാവ് കൊഴിഞ്ഞു പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് അമ്മേ സ്തോത്രം. അടിക്കടി എന്നെ വല്ലാതെ ആ ബുദ്ധിമുട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. എങ്ങനെയൊക്കെയോ ഞാൻ മീറ്റിംഗ് ലീഡ് ചെയ്തു. പിന്നെ ഞാൻ കിടന്ന കട്ടയിലേക്ക് പോയി അവിടെ കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്ക് നടക്കുവാൻ കഴിയുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു കാര്യങ്ങൾക്കും ആശുപത്രിയിലോട്ട് ഓടിപ്പോകുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അങ്ങനെ ഒരു രീതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ് നമുക്ക് ആശുപത്രിയിലൊന്ന് പോകാം. ഞാൻ അതിനുവേണ്ടി മനസ്സ് ഒരുക്കാം, ഒന്ന് പോയേക്കാം, എന്തെങ്കിലും പ്രശസ്തമുണ്ടല്ലോ, കാലെല്ലാം ഇങ്ങനെ നീര് വെച്ചല്ലോ, ഇങ്ങനെ കളർ ചേഞ്ച് ആയിരിക്കുന്നല്ലോ, ഒന്ന് നോക്കിയേക്കാം എന്നൊരു ചിന്ത വന്നിട്ടും വീണ്ടും എനിക്ക് തോന്നുക വേണ്ട, അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ മുറിക്കകത്തിട്ട് കയറിയിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ വരികയാ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതാ. ആമേ ലോകത്തിന്റെ ഒരു അന്ധകാര ശക്തിക്കും നിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ വേദികൾ അല്ല നിന്റെ ശുശ്രൂഷയുടെ ദൗത്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പൂർത്തീകരിക്കാതെ അമേൻ ഒന്നിനും നിന്നെ തീർക്കുവാൻ കഴിയുകയില്ല. ഞാൻ നിന്റെ ദൈവമാ. ഹല്ലേലൂയ. എന്നോട് ആരോ വന്ന് ശക്തിയോടെ എൻ്റെ കാതുകളിൽ സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആശുപത്രി വരുന്നില്ല. അപ്പൊ മക്കൾ 3 പേരും എന്നോട് പറഞ്ഞു, മമ്മി എന്നെ ഇങ്ങനെ ഒരു കാര്യം എടുത്ത് തീരുമാനം എടുക്കുന്നത്, മമ്മി ആശുപത്രി പോയി കാണിക്കും. അല്ലാതെ ഇവര് 3 പേരും കൂടി എന്നെ നിർബന്ധിക്കുക ആശുപത്രിയിലേക്ക് പോകാൻ. എനിക്ക് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് ഒരുങ്ങാൻ തുടങ്ങുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം പറയുക, വേണ്ട വേണ്ട വേണ്ട. എൻ്റെ മനസ്സ് അതിനു വേണ്ടി തന്നെ അങ്ങ് ഒരുക്കപ്പെടുകയാ. അപ്പത്തേക്ക് പെട്ടെന്ന് ചർച്ചിലുള്ള ഒരു ആന്റിമാരോട് പറഞ്ഞു, അവർ പറഞ്ഞു, പറ്റത്തില്ല, ആശുപത്രി പോകാതെ പറ്റത്തില്ല, പോയി നോക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഇത് ചെയ്യാം. ഞാൻ പെട്ടെന്ന് അവരുടെ എല്ലാവരുടെയും വാക്കുകളുടെ ബഹുമാനിച്ച് എഴുന്നേറ്റ് ചുരിദാർ ഇടുമ്പോൾ എന്നോട് വീണ്ടും പറയുക, വേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. ഇവർക്കാർക്കും ആ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ എന്റെ കാതുകളിൽ മാത്രം ഈ ശബ്ദം ഇങ്ങനെ വരികയാ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. ഒന്നും മനസ്സിലായില്ല. കുറച്ച് സമയങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ശാന്തമായി അങ്ങ് ആശുപത്രി കടന്നു പോകാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കടന്നുപോയി. ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാഹനം ഒന്ന് ആമേൻ സ്തോത്രം സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആമേൻ ഞാനിരുന്ന സീറ്റിന്റെ ബാക്ക് സൈഡായിട്ട് ഒരു വലിയ സർപ്പം ബാക്കിൽ ഇങ്ങനെ ഉണങ്ങി. അതിനിടയ്ക്കൊക്കെ വാഹനത്തിനകത്ത് എപ്പോഴും പോകുമ്പോഴൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു സ്മെല്ല് വരും. വണ്ടി മുഴുവൻ കൊണ്ടുപോയി നോക്കി, എലി വല്ലതും കയറി എന്തെങ്കിലും ചെയ്തതാണ്. വളരെ ശ്രദ്ധിച്ചു, ഒത്തിരി നോക്കി, ഒന്നും കണ്ടില്ല. ആമേ സ്തോത്രം. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ചിന്തയുമില്ല. അതിനകത്തൊന്നുമില്ലാതെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡൗട്ട് ഇട്ട് തോന്നിയിട്ടുമില്ല. ഭയങ്കരമായ വണ്ടിക്കകത്ത് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്മെല്ലുകളുണ്ട്. അന്നേരമൊക്കെ വണ്ടിക്കകത്ത് കയറി ഗ്ലാസ് തുറന്നിട്ട് ഒന്നെങ്കിൽ സ്പ്രേ അടിച്ചു, അങ്ങനെ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരുന്നു. ആമേ സ്തോത്രം. ഞാൻ സർവീസ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്തിനോ ഈ ഇരുന്ന സീറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വളഞ്ഞിങ്ങനെ സംഭവം ഇരിക്കുക. ഞാൻ ഈ ബട്ടൺ അമർത്തി സീറ്റ് ഒന്ന് ചായച്ചപ്പോൾ എൻ്റെ കഴുത്തിനമർന്നി.
അതതുപോലെ വാ വിളർന്ന് അവിടെ ഇരുന്ന് ചത്തുടങ്ങി. വല്ലാത്തൊരു വിരുവം. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, തെരഞ്ഞെടുത്ത് നിന്നെ കുറിച്ചുള്ള ദൗത്യം തികയ്ക്കാതെ ഈ ലോകത്തിൽ എന്തെല്ലാം ശക്തികൾ വെളിപ്പെട്ടാലും നിന്നെ തകർത്തു കളയുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ലെന്നുള്ളത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എഴുന്നേറ്റാൽ നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ ആ വാക്ക് നിങ്ങളോട് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ആഗ്രഹമായി എപ്പോഴും എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എപ്പോഴും ചെയ്യണം. ആമേൻ. 1 മണിക്കൂർ പൂർത്തീകരിക്കുമ്പോൾ ഞാൻ എന്നും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കും, കർത്താവേ, ഇന്ന് വൈകിട്ട് നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ എന്ത് പ്രവർത്തിച്ചു, എന്ത് ചെയ്തു, എന്തായി, എന്തെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതായ ചിന്ത എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ആമേൻ. സ്തോത്രം. ഈ ഒരു ആഗ്രഹത്തോടെ പലപ്പോഴും വരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആമേൻ. തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മേൽ പേർ ചൊല്ലി വിളിച്ച് ആമേൻ ദൈവം അധികാരം ഏൽപ്പിച്ച ദൈവവൈതനെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം ആത്മനിയോഗത്തോടെ ഈ ചെറിയ ഈ കൂട്ടായ്മയോട് ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു. നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നീ റോമിൽ നിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ആമേൻ, നിന്നെ റോമിൽ എത്തിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമാണെങ്കിൽ, ആ നിയോഗത്തിന് മുൻപ് നിന്റെ മുൻപിൽ വീശി വരുന്ന കാറ്റുകളും പ്രതിസന്ധികളും സ്തോത്രം വിൽക്കപ്പെടും. ആമേൻ. നമ്മൾ ഓരോരുത്തരും പറയുന്നതാ, കർത്താവ് നേരത്തെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ അങ്ങ് മറുപടി തരുമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേഗത്തിൽ മറുപടി ലഭിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മറുപടിയുടെ താമസങ്ങൾ നീണ്ട് പോകുന്നതായിട്ട് പലപ്പോഴും ഇതിനകത്ത് തോന്നുന്നവർ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തിൽ പറയട്ടെ, ആമേൻ, സ്തോത്രം, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ആമേൻ സാധാരണ ലെവലിൽ നീ നിൽക്കുമ്പോൾ പെട്ടെന്ന് മറുപടികൾ ലഭിച്ചെന്നിരിക്കാം. എന്നാൽ ഒരു അത്ഭുതകരമായ നിയോഗത്തിലേക്ക് നീ നിൽക്കുവാൻ കാലുകുത്തി എഴുന്നേൽക്കുമ്പോൾ നിന്റെ സന്നദ്ധിയിൽ കൊടുങ്കാറ്റ് പോലെ കയറി വരുന്ന, നിലനിർത്തുകയില്ല എന്ന് വീശി വരുന്ന കൊടുങ്കാറ്റുകൾ ജീവിതത്തിനെതിരെ കടന്നു വരുന്നുണ്ടോ? അത്ഭുതകരമായിരിക്കുന്ന ഒരു നിയോഗത്തിന്റെ മുൻപിൽ നിങ്ങൾ ഓരോരുത്തരും നിൽക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നിങ്ങളോട് എഴുന്നേൽക്കുക എന്ന് കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ ഫിലിപ്പോസിനോട് പറയാ, നീ എഴുന്നേൽക്കുക. ആമേൻ. എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ആമേൻ, സ്തോത്രം, ആത്മാവിന്റെ നിയോഗത്തോടെ ഒരു എഴുന്നേൽപ്പുണ്ട്. ആ എഴുന്നേൽപ്പിനെ ആമേൻ, സ്തോത്രം, ആമേൻ, തടയാനാണ് നിന്റെ ജീവിതത്തിൽ എഴുന്നേൽപ്പിന് മുൻപ് വെളിപ്പെടുന്ന ചില പ്രതിസന്ധികൾ. ആമേൻ, സ്തോത്രം. ഈ പ്രതിസന്ധികൾ നീ മുങ്ങിപ്പോകുന്ന തരത്തിലായിരിക്കാം നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിനക്കെതിരെ കയറി വരുന്നത്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും പ്രശ്നം, എങ്ങോട്ട് നോക്കിയാലും പ്രശ്നം, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. മുന്നിൽ നോക്കിയാൽ ആമേൻ, സ്തോത്രം, വലിയ തിരച്ചടിച്ചു വരുന്ന ആമേൻ, സ്തോത്രം, പ്രതിസന്ധികൾ നീ മുൻപ് നിൽക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നീ ജീവിതത്തിന്റെ നടുവിൽ വെച്ച് പൊറുപുറത്ത് ദൈവസന്നിധിയിൽ മനുഷ്യരികളായി തീരരുത്. എന്റെ കർത്താവ് ഇന്ന് പകൽ പറയുക, ഈ സമയം ദൈവത്തിന്റെ നിയോഗത്താൽ പറയുക, നിന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധി നിന്റെ ജീവിതത്തെ മുക്കിക്കളയുവാനുള്ളതല്ല. അടുത്ത ഒരു വലിയ ദൈവ പ്രവൃത്തിയുടെ മുൻപിൽ, അടുത്ത ഒരു ദൈവിക വാഗ്ദത്തത്തിന് മുമ്പിൽ, അടുത്ത ഒരു ദൈവ ശക്തിയുടെ മുൻപിൽ, അടുത്ത ഇന്ന് വരെ ചെയ്തെടുക്കാത്ത അസാധാരണമായ ചില ദൈവ നിയോഗങ്ങളുടെ മുൻപിൽ നിന്നെ കൊണ്ടുവന്ന് എത്തിക്കാനാണ്. നിന്റെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, എല്ലാവരാലും തള്ളപ്പെടുന്ന അനുഭവങ്ങൾ, ആരും സഹായിക്കാനില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങൾ, ആമേൻ, സാധാ ലെവലിലൊക്കെ പോകുമ്പോഴേ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. സ്തോത്രം. നീ സാധാ ലെവലിൽ പ്രാർത്ഥിച്ചു, നീ ആരാധിച്ചു, ആമേൻ, നീ ജീവിതത്തിന് മുൻപിൽ അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഒന്നും കാണത്തില്ല. ആമേൻ. എന്നാൽ അടുത്ത ഒരു വലിയ നിയോഗം, ഹൈസറുടെ മുൻപാകെ നിന്ന് അധികാരത്തിന്റെ ചില ശക്തിയുള്ള ദൈവ പ്രവർത്തികൾ ചെയ്തെടുക്കുമെന്ന് ആമേൻ പിശാചിന് മനസ്സിലാകുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ എടുത്തുമറിക്കാൻ അല്ലെ തകർത്തു കളയാൻ നിനക്കെതിരുന്ന പ്രതിസന്ധിയാണ് ആത്മനിയോഗത്തോടെ നീ കൈകാര്യം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അടുത്ത് സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാ, ഈ പ്രതിസന്ധി നീ അങ്ങ് എഴുന്നേറ്റ് നിയോഗത്തോടെ കൽപ്പിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ നിന്നിൽ വെളിപ്പെടുവാനുള്ള അധികാരങ്ങളെയും ദൈവിക ശുശ്രൂഷകളെയും അടച്ചു കളയാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു അന്ധകാര ശക്തിയാണ് കോപം. ഹല്ലേലൂയ.
എത്ര ശ്രമിച്ചാലും ദൈവാത്മാവനോട് പറയുന്നു, ആത്മനിയോഗത്തോടെ ആരാധിച്ച് ദൈവ ശബ്ദം കേട്ട് ദൈവ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുള്ള പലരോടും ദൈവാത്മാവ് ഈ പകല് പറയുക, നിന്റെ കോപത്താൽ പല വാഗ്ദത്തങ്ങൾ നിന്നെ വിട്ട് വിദൂരങ്ങളിലായി പോയി. ഈ കോപം കൊണ്ടുവന്ന് കഴിയുമ്പോൾ കോപത്താൽ ചിലത് വന്ന് സംഭവിച്ചിരിക്കും. അന്ന് കോപത്തെ ജയിക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ നീ അവിടെ വാഗ്ദത്തങ്ങളിലേക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിലേക്ക് എഴുന്നേറ്റ് നടക്കാൻ. ആമേൻ, സ്തോത്രം. ഈ കോപത്തിന്റെ മേൽ നീ എഴുന്നേറ്റ് കഴിയുമ്പോഴാണല്ലോ ഈ കോപം വരാറുള്ളത്. ഈ കോപം വെളിപ്പെടുമ്പോഴാണല്ലോ പാപം വെളിപ്പെടാൻ ഇടവരുന്നത്. ഈ കോപത്തിൽ കൂടി വെളിപ്പെട്ട് വരുന്ന പാവം. അമ്മേ, സ്തോത്രം. നമ്മൾ ഓരോരുത്തരും പറയും, ഞാൻ വലിയ പാവങ്ങളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ വലിയ പാവങ്ങളൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ വലിയ തിന്മകളൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ വലിയ സ്തോത്രം. ഓരോരുത്തരും സ്വന്തമായി തന്നെ നീതീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പാപമില്ല, കോപമില്ല, ഞാൻ എൻ്റെ അപ്പന് വേണ്ടി എൻ്റെ ജീവിതം മുഴുവനും അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാ, ഇപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ തന്നെ പറയും, കർത്താവേ, എൻ്റെ മേൽ നാളുകളായി കേട്ടതായ വാഗ്ദത്തം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എവിടെയാണ് ഈ വാഗ്ദത്തം അടഞ്ഞു കിടക്കുന്നത്? എവിടെയാണ് ഈ 7 നിയോഗങ്ങളെ അടച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് അത് പ്രാപിക്കാൻ കഴിയാതെ പലപ്പോഴും അത് ഒതുക്കപ്പെട്ടു പോകുന്നത്? പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളിലും സ്വഭാവങ്ങളിലും വെളിപ്പെടുന്ന തിന്മകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നു, പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. ഇതിനോടൊരു എതിർപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. അതിന് ചുമ്മാ എതിർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ശക്തി ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനോട് ജയിക്കുവാനും ശക്തി പ്രാപിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും നിനക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു 3 വർഷത്തെ കാലഘട്ടം ഇവിടെ ഫിലിപ്പോസിന്റെ മുൻപിൽ വലിയ തടസ്സമായി നിൽക്കുമ്പോൾ സ്തോത്ര കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് ഇട്ട് കാരാഗ്രഹത്തിന്റെ വാതിൽ അടച്ച് അതിനകത്ത് ലോക്ക് ചെയ്തിരിക്കുമ്പോൾ പറയുക, നീ റോമിൽ നിൽക്കേണ്ടവനാ. ഹല്ലേലൂയ. അവിടെ നിൽക്കുമെന്നുള്ള ദൈവത്തിന്റെ ശബ്ദം നിൽക്കുക. കാരാഗ്രഹം വെളിപ്പെട്ടിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് ഓരോരുത്തർക്കും വലിയ കാരാഗ്രഹമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീടിന്റെ അകം ചില സമയങ്ങളിൽ കാരാഗ്രഹമായി മാറ്റപ്പെടുന്നവരില്ലേ? ഹല്ലേലൂയ. പ്രാർത്ഥന നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ വീട് നിനക്കൊരു കാരാഗ്രഹമായി എഴുന്നേൽക്കത്തില്ലേ? നിന്റെ സഹോദരങ്ങൾ നിനക്കൊരു വലിയ കാരാഗ്രഹമായി എഴുന്നേൽക്കത്തില്ലേ? നിന്റെ മക്കൾ നിനക്കൊരു കാരാഗ്രഹമായി എഴുന്നേറ്റ് നിൽക്കുന്നതായി പലപ്പോഴും തീരുന്നില്ലേ? എന്താണെന്നറിയാമോ? നിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആ വലിയ നിയോഗത്തിലേക്ക് നീ കയറരുത് എന്ന് ഉള്ളത് ഈ ലോകത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിന്നെ നയിക്കാതിരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽ മനസ്സിലാക്കണം, ഞാൻ എഴുന്നേറ്റ് പുറപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ മേൽ വെളിപ്പെടുന്ന കോപത്തെ ഞാൻ ജയിച്ചേ മതിയാകുകയുള്ളൂ. ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക്. ഇസബേലിന്റെ മുൻപിൽ ഭയപ്പെട്ട് അവൻ യാത്ര തിരിക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ അവന്റെ മുന്നിൽ വരുമ്പോഴും പറയും, എഴുന്നേൽക്ക, നിനക്കിനി യാത്ര ചെയ്യാനുണ്ട്. ഈ യാത്രകളെ അടയ്ക്കുന്നതാണ് കോപം. കോപത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ പാപം വരാൻ വലിയ സമയമൊന്നും വേണ്ട. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലൊക്കെ പറഞ്ഞാൽ, ലേഡീസിന്റെ ജീവിതത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം സഹോദരനോട് പറഞ്ഞു, ഞാൻ ശക്തമായി ചില ദൈവ ശബ്ദം കേട്ട് ഉറപ്പിച്ച് ആത്മാവി ബലപ്പെട്ട് ആരാധിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വല്യമ്മ എൻ്റെ വീട്ടിലിരുന്നിട്ട് 2-3 വാക്ക് പറഞ്ഞപ്പോൾ എനിക്കതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഞാൻ എന്തൊക്കെയോ ഒന്ന് സംസാരിച്ചു. ഞാൻ അറിയുന്നില്ല ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ഞാൻ അറിയാത്ത ഒരു തലത്തിൽ കയറിപ്പോയി എന്നെ കൊണ്ട് എന്തൊക്കെയോ സംസാരിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ജയിക്കാൻ നീ ജയിച്ചാൽ മാത്രമേ നിനക്ക് എത്തേണ്ടവിടത്ത് എത്താൻ കഴിയുകയുള്ളൂ. നിനക്ക് പ്രാപിക്കേണ്ടത് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ തീർക്കാൻ എവിടെയെങ്കിലും എന്തെല്ലാം രീതിയിൽ ലോക പൈശാചിക ശക്തി വിരൽ ചൂണ്ടുന്നു എന്നുള്ള വിവരം നമ്മൾ ആരും അറിയുന്നില്ല. ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ നന്നായി അറിഞ്ഞാൽ, അന്യഭാഷയിൽ ഒന്ന് ആരാധിക്കാൻ നമുക്കറിഞ്ഞാൽ, പ്രവചനത്തിൽ 2 വാക്ക് പറയാൻ നമുക്കറിഞ്ഞാൽ നമ്മളെല്ലാം പൂർത്തിയായി എന്നുള്ളൊരു ചിന്തയാ. ഇല്ല സഹോദരിമാരെ, ആമേൻ, നമ്മളൊന്നും ആയിട്ടില്ല. നമ്മൾ ഓരോ ദിവസവും കർത്താവിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് വസിച്ച് അവന്റെ കൃപയിൽ ബലപ്പെട്ട് അവനിൽ നിന്ന് ചെയ്യുവാനുള്ള ചില ദൗത്യങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം തികച്ചാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാകുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരത്ഭുതം കാണേണ്ടതിന് ഇന്ന് പകൽ ആരെല്ലാം ആഗ്രഹിക്കുന്നു? വർഷങ്ങളായി വാഗ്ദത്തങ്ങൾ കേട്ടിരിക്കുന്നു ഒരുപാട്. ആമേൻ സഹോദരിമാർ, എന്റെ കുഞ്ഞുങ്ങളെ പറ്റി, എന്റെ ഭവനത്തെ പറ്റി, എന്നെ കുറിച്ച് ചില ദൈവ നിയോഗമുള്ള വാക്കുകൾ എന്റെ കാതുകളിൽ കേട്ടിട്ട് ഇന്നും അത് മറഞ്ഞു കിടക്കുന്നു. ആമേൻ. അതിന്റെ കാരണം എന്നാന്ന് നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നീ എഴുന്നേൽക്ക്. എഴുന്നേറ്റാൻ മാത്രമല്ല, നിന്റെ മുൻപിൽ വരുന്ന കോപത്തെ നീ പോരാടി ജയിക്ക്. ഹല്ലേലൂയ. നീ എത്തേണ്ടവിടത്ത് എത്തണമെങ്കിൽ ഇതിനെ ജയിച്ചേ പറ്റും. മോശയ്ക്ക് ഭയങ്കര നിയോഗം കൊടുത്ത എഴുതി അവന്റെ കരങ്ങളിലേക്ക് കൽപ്പന കൊടുത്തത്. 40 ദിവസം ദൈവസന്നിധിയിൽ നിന്ന് വസിച്ചിട്ട് വന്നവൻ പൂർവാദി ശക്തിയോടുകൂടി ബലം പ്രാപിച്ച് കൽപ്പകയുമായി ഇറങ്ങി വന്നാണ്ടേ അവനിൽ വെളിപ്പെട്ട കോപത്താൽ സകലത് താച്ചുടച്ചു. കോപമാ. അവന്റെ മുമ്പിൽ വെച്ചിരുന്നവന് മുൻപിൽ അടഞ്ഞുപോയി. അവന് കാണാനേ കഴിഞ്ഞുള്ളൂ, പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരിലും എന്തെല്ലാം ദൈവിക വാഗ്ദത്തങ്ങൾ ഏതെല്ലാം മേഖലകളിൽ അടിഞ്ഞുപോയി എന്നുള്ളത് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് സന്തോഷമായി സമാധാനമായി സ്വസ്ഥമായി പാർത്തു പോകുകയല്ലേ? അല്ല 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 അല്ല. എന്റെ കർത്താവ് ഇന്ന് പകല് പറയുന്നു, നിന്നെ കുറിച്ചുള്ള സകല പദ്ധതികളും പൂർത്തീകരിച്ച് ചെല്ലുമ്പോഴാ ആമേൻ അവിടുത്തെ സന്നിധിയിലുള്ള സ്വീകരണം നമുക്ക് ലഭിക്കുന്നത്. ആ സ്വീകരണം ലഭിക്കണമെങ്കിൽ എന്നെ കുറിച്ചുള്ള ദൗത്യം ഞാൻ പൂർത്തീകരിച്ച് കയറി ചെല്ലണം. ആമേൻ. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് ആമേൻ ബന്ധക്കോസുകാർ കട്ടായി. കേൾക്കുന്നില്ലയോ പറഞ്ഞേ? ഇടയ്ക്ക് എനിക്ക് ഒന്ന് കോളും എല്ലാം വന്ന് കാണും, കട്ടായെന്ന് തോന്നുന്നു. സ്തോത്രം. ഇപ്പൊ കേൾക്കുന്നു? കേൾക്കുന്നു ഇപ്പൊ കേൾക്കുന്നു. ആമേൻ ആമേൻ. ഒരു മിനിറ്റ്. ആമേൻ. സ്തോത്രം സ്തോത്രം. നെറ്റിന് ഇവിടെ അല്പം പ്രയാസമുണ്ട്. ഇപ്പൊ ഈ വൈഫൈ കാരണം എന്തോ ഒരു ബുദ്ധിമുട്ട് ഇന്നലെ തൊട്ടുണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആമേൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന ആമേൻ സ്തോത്രം നമ്മൾ നിയോഗത്തോട് എഴുന്നേൽക്കാൻ തടസ്സമായി ചിലപ്പോൾ ഉണ്ടല്ലോ ചെറിയ ഭയമായിരിക്കാം. ചെറിയ വിഷയങ്ങളിൽ ആമേൻ ദൈവാത്മാവിനോട് ആ വാക്കിങ്ങനെ എടുത്തു പറയാൻ പറയുന്നു. ചെറിയ ഭയം. സ്തോത്രം. നിസ്സാരകരമായ ചില ഭയമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നിയോഗത്തിലേക്ക് നമുക്ക് കാലുവെക്കാൻ കഴിയാതെ നമ്മളെ തടയുന്നത്. ചിലപ്പോൾ ഒരു രോഗത്തിന്റെ കണിയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേദനയായിരിക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഒരു ദൈവവൈദ്യനെ കുറിച്ചുള്ള ദൗത്യത്തിലേക്ക് അവൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താതിരിക്കാൻ ഹല്ലേലൂയ ശക്തമാണ്. അതുകൊണ്ട് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണമെന്ന്. പ്രാണത്യാഗത്തോളം. അപ്പൊ പ്രാണത്യാഗം എന്ന് പറയുന്നത് മരണത്തിന് തുല്യമായ അനുഭവത്തിലേക്കാണ്. പ്രാണത്യാഗത്തോളം സ്തോത്രം. നീ എന്ത് ചെയ്യണം? പാപത്തോട് എതിർത്തു നിൽക്കണം. സ്തോത്രം. എതിർത്ത് നിൽക്കാൻ എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമാണെന്നോർക്കും. ജോർജ് മേടിച്ചു വെച്ചതോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിയോഗത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് എഴുന്നേൽക്കാം. ദൈവശക്തിയോടെ മുന്നോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ആമേൻ. ആലയത്തിൽ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. ദൈവ ശബ്ദത്തിന് വേണ്ടി ഞാൻ കാത് കോർക്കുന്നുണ്ട്.
പലപ്പോഴും എന്തെല്ലാം ഞാൻ ചെയ്താലും പലപ്പോഴും നിയോഗത്തിലേക്ക് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം പറയുക, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ഉപയോഗിക്കും, ഞാൻ നിന്റെ മേൽ ഒരു പകരും, ഞാൻ നിന്റെ മേൽ അധികാരം പകരും, ഞാൻ നിന്റെ മേൽ ദുരാത്മാവിന്റെ മേലുള്ള അധികാരം പകരും. ആമേൻ. ദൈവ ശക്തിയുടെ വ്യത്യസ്തമായ ആമേൻ അത്ഭുതങ്ങളുടെ കലവറകളുടെ വാഗ്ദത്തങ്ങൾ കിടക്കുകയാ. പക്ഷേ എന്തുകൊണ്ട് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ഈ പകൽ പറയുക, നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. സ്തോത്രം. ആത്മശക്തിയോടെ എഴുന്നേൽക്കണം. അതിന്റെ മുമ്പിൽ തടവറകൾ വെളിപ്പെടാം, അതിന്റെ മുമ്പിൽ നിന്ദകൾ വെളിപ്പെടാം, അതിന്റെ മുമ്പിൽ ഇല്ലായ്മകൾ വെളിപ്പെടാം, അതിന്റെ മുമ്പിൽ പരിഹാസങ്ങൾ വെളിപ്പെടാം, അതിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു കാരണവശാലും എത്താൻ കഴിയത്തില്ലാത്ത തരത്തിൽ നിന്നെ തീർത്തു കളയുമെന്ന് ആമേൻ ചിന്തിച്ച് അലറി നിൽക്കുന്ന സിംഹത്തിന്റെ വാകൾ വെളിപ്പെടാം. ഇതൊക്കെ വെളിപ്പെടുമ്പോഴും വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ ആമേൻ ഹൃദയത്തിൽ ആത്മനിയോഗത്തോടെ ആമേൻ സ്തോത്രം ഉറച്ചുകൊണ്ട് നീ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കണം. ഇന്ന് പകൽ എഴുന്നേൽക്കട്ടെ. ചിലത് അല്പശക്തിയോടെ എഴുന്നേൽക്കട്ടെ. ആമേൻ. എന്നെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ആമേൻ ശക്തിയോടെ പ്രാപിക്കുവാൻ ഞാൻ എഴുന്നേൽക്കുക കർത്താവേ. ഞാൻ എഴുന്നേൽക്കുകയായിരിക്കുന്നിടത്തുനിന്ന് ആമേൻ എന്നിൽ വെളിപ്പെടുന്ന കോപത്തോട് ഞാൻ ആമേൻ ആമേൻ വിടപറയുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, കോപത്തോട് തന്നെ പറയേണ്ടത്. വാക്യവേദന ജസ്റ്റ് ഒന്ന് വായിച്ചാട്ടെ. യാക്കോബ് 1:19. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കണം. കോപം വെളിപ്പെടാനുള്ളതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അമേൻ. കോപം പറയുമ്പോൾ വെളിപ്പെട്ട് നമ്മുടെ കോപത്തെ അമേൻ പൊക്കിക്കൊണ്ട് വന്ന് നമ്മൾ എഴുന്നേറ്റടുത്ത നിമിഷം നമ്മൾ പോയി ചെയ്യുവാനുള്ള അത്ഭുതകരമായ ശത്രുവിന്റെ മുമ്പിൽ നിന്നുള്ള മെസ്സേജുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാവിളർന്നുകൊണ്ട് അമേൻ ശക്തമായി എഴുന്നേൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകൂടെ വാക്യം മുന്നോട്ട് ഒന്നും കൂടെ വായിച്ചു സിസ്റ്റർ. വായിച്ചല്ല ഇതിലായിട്ട്. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ ആമേൻ പ്രകാശിക്കപ്പെടുത്തുന്നില്ല. അപ്പൊ കോപം വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യല? വെളിപ്പെടുകയെന്ന്. നീതി വെളിപ്പെട്ടാൽ മാത്രമേ ദൈവ നിയോഗം വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് തിരിഞ്ഞാട്ട ദൈവത്തിന്റെ മക്കളെ. നമ്മളൊക്കെ സഹോദരിമാരും ആമേൻ ഒക്കെയാ ഒത്തിരി ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടിയും ആമേൻ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി എല്ലാ മേഖലകളിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലാത്ത തരത്തിലുള്ളതായ ആമേൻ അനുഭവങ്ങൾ കയറി വരുന്നവരാ. ഹല്ലേലൂയ. മനുഷ്യന്റെ കോപം ആമേൻ ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുകയെന്ന്. അപ്പൊ മനുഷ്യന് വെളിപ്പെടുന്നുണ്ടല്ലോ കോപം. ഈ കോപം ദൈവനീതിയെ ഒരിക്കലും പുറത്തു കൊണ്ടുവരുന്നതല്ല. അതിനോട് നമ്മൾ വിട പറയണം. വിട പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചിലത് നിയോഗത്തോടെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആമേൻ സ്തോത്രം. ആ നിയോഗങ്ങളെ അടയ്ക്കുവാനാണ് ഈ കോപങ്ങൾ വെളിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, നീതിയെ ആമേൻ കൊണ്ടൊന്ന് മറിച്ചു കളയാനാ കോപം വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. ഈ കോപമാണ് പലതിനെ തച്ചുടച്ച് ദൈവത്തിന്റെ നിയോഗങ്ങളെ അടച്ചു കളഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിൽ കൂടി എന്റെ ജീവിതത്തിന്റെ നടുവിൽ വലിയ ദൈവ വാഗ്ദത്തങ്ങൾ അടഞ്ഞിരിക്കുന്നത്, എന്നിൽ വെളിപ്പെട്ട കോപം എന്നൊരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ സമയം ആമേൻ നിങ്ങളുടെ ആമേൻ മധ്യേ ആമേൻ ഞാൻ ഈ വചനം എടുക്കുമ്പോൾ ആത്മശക്തിയോടെ പറയുക, കോപത്തോട് നമുക്ക് ടാറ്റ പറയാം. ഹല്ലേലൂയ. നമ്മളിൽ വെളിപ്പെടുന്ന കോപം, നമ്മളിൽ വെളിപ്പെടുന്ന അനേക ദൈവിക വാഗ്ദത്തങ്ങളിൽ ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. കോപത്തിന്റെ അനുഭവങ്ങളിൽ അനേക ദൈവിക നീതികളെ കാണാൻ കഴിയാതെ അടഞ്ഞു പോയവർ ചിലർ എന്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മനിയോഗത്തോട് നിങ്ങളോട് പറയുക, കോപത്തോട് നീ ജയിച്ചേ മതിയാകുകയുള്ളൂ.
വചനം കയറി ദൈവ ശബ്ദത്താൽ ഇതിനെ നമുക്ക് ജയിക്കുവാൻ കഴിയും. പ്രാർത്ഥനയാൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. വചന ധ്യാനത്താൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. ദൈവ ശബ്ദത്താൽ ആമേൻ കേൾക്കുമ്പോൾ ഇതിനെ ആത്മനിയോഗത്തോടെ കീഴടക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിൽ വെളിപ്പെടുന്ന ജഡഭോഗങ്ങളിൽ കടന്നു വരുന്ന സകല ശക്തികളോടും നമ്മൾ എന്ത് ചെയ്യണം? ആത്മശക്തിയോടെ അവസാനം പ്രാണത്യാഗത്തോളം ഇതിനോട് എതിർത്ത് നിൽക്കണം. അല്ലല്ലേ പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥയിൽ എന്റെ മുൻപിൽ ആമേൻ ഇങ്ങനെയുള്ളതായ ജീവിതത്തിന്റെ അവസ്ഥയിൽ എനിക്കങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആരിലേക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലാത്ത തരത്തിലുള്ള പ്രസ് ചെയ്തു വരുന്ന പോലെ ആമേൻ അടുത്ത നിമിഷത്തിൽ ആത്മനിയോഗത്തോടെ ഒരിടത്ത് നിൽക്കണമെന്നുള്ളതായ ദൈവിക പദ്ധതികൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ ആമേൻ ഏതെങ്കിലും ഒക്കെ മേഖലയിൽ നിന്ന് ആമേൻ സ്തോത്രം കുടുംബത്തിൽ നിന്ന് വരണമെന്നില്ല. ചിലപ്പോൾ പുറത്തു നിന്നായിരിക്കാം, ദൈവജനത്തിന്റെ ഇടയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്നായിരിക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിന്ന് ദൈവ ശബ്ദങ്ങളെ ആമേൻ നിലപ്പിച്ചു കഴിഞ്ഞ് അത് എഴുന്നേറ്റ് നീ നടന്ന് ചെയ്യാതിരിക്കാൻ, അല്ലെ എഴുന്നേറ്റ് നിന്ന് നീ ആധികാരികമായി ഇത് പ്രസ്താവിക്കാതിരിക്കാൻ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് കോപം. കോപം ചെയ്യരുത്. പാപത്തിൽ പോകാൻ, കോപത്തെ ജയിക്കാൻ, കോപം വെളിപ്പെട്ട് വന്നായിരുന്നോ അടുത്ത നിമിഷങ്ങളിൽ ഈ പാപത്തിന്റെ ശക്തികൾ അമ്മേനെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പാപത്തിനൊന്നും പോകും. നമ്മുടെയൊക്കെ മുൻപിൽ ബെസ്റ്റ് പറഞ്ഞ ദേഷ്യം വരുമ്പോൾ പാത്രം എടുത്തിട്ട് ഒരു കുത്തും, അല്ലെ പാത്രം എടുത്ത് ഒരു ഏറും, അമ്മേൻ പാത്രം എടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എന്താണോ അതിനോട് നമുക്ക് മറ്റൊരാളോട് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഭർത്താവിനോട് നമ്മൾ പ്രതികരിക്കാൻ ചെന്നാൽ അതിന്റെ പ്രതികരണം വേറെ തരത്തിലേക്ക് വരുമെന്ന് ഭയപ്പെട്ടോ ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ ആയിരിക്കും നമ്മൾ തച്ചുടയ്ക്കുന്നത്. ആമേ സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് ആ സന്ദർഭങ്ങളിൽ എന്താണോ സംഭവിക്കുന്നത് അത് നമ്മളങ്ങ് ചെയ്യും. സ്തോത്രം. ദൈവവൈതലേ, അടുത്ത നിമിഷം നിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് ഈ കുറ്റബോധങ്ങളും ഈ ജീവിതത്തിന്റെ വന്നുപോയല്ലോ കർത്താവ് ഇന്ന വിഷയം കൊണ്ടാണല്ലോ ഇത് വന്നത് എന്നെല്ലാം പറഞ്ഞു പോയിരുന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് ദൈവത്തോട് അനുതപിക്കുമ്പോൾ കർത്താവ് ദയയുള്ള കർത്താവായതുകൊണ്ട് നിന്നോട് ക്ഷമിക്കും. പക്ഷേ നിന്നിൽ വെളിപ്പെടേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾ നിന്നെ വിട്ട് വിദൂരങ്ങളിൽ പോയി. നാളെ ഇന്ന് പ്രഭാതം കഴിഞ്ഞ് നാളെ പ്രഭാതത്തിൽ നീ ഒരു വിടുതലിന്റെ വാർത്ത കേൾക്കാൻ നിൽക്കുമ്പോഴാ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന ഈ കോപം. അമ്മേ സ്തോത്രം. അടുത്ത നിമിഷമേ വലിയൊരു ദൈവശക്തിയുടെ വാർത്ത നിന്റെ കാതുകളിൽ കേൾക്കാൻ പോവുക. അമ്മ അല്ലെ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ മുൻപിൽ ഒരു സീൽ ചെയ്ത് ഒരു മറുപടിയുടെ വാർത്ത നീ കേട്ട് അതിൽ സന്തോഷിക്കാൻ പോവുക. അമ്മേ സ്തോത്രം. അന്നേരം അവൻ ശാന്തമായിട്ട് ഇങ്ങോട്ട് വന്നേച്ച് പറയും, ഇന്നതുപോലെയൊക്കെ നീ അങ്ങ് പ്രവർത്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നാളെ രാവിലെ ആ മറുപടി കേൾക്കുമല്ലോ എന്നുള്ളത് ഉള്ളിലുണ്ട്. അമ്മേ സ്തോത്രം. നാളെ പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ അത് ക്യാൻസൽ ആയി കേട്ടോ. അപ്പൊ ചോദിക്കും, ഞാൻ കഴിഞ്ഞ ആഴ്ചയും കേട്ടതാ കർത്താവ് എനിക്ക് വേണ്ടി വാഗ്ദത്തം തുറന്നെന്ന്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ കേട്ടതാ, ഇന്നലെ വേളയിലും കേട്ടതാ, ഇന്നും കേട്ടതാ, ഈ പ്രഭാതത്തിലും കേട്ടതാ. ആമേ സ്തോത്രം. വാഗ്ദത്തം അടഞ്ഞു പോയത് എവിടെയാണ്? ഇയരെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ സഹോദരിമാരാ, അനേക വാഗ്ദത്തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നടക്കാതെ വരുമ്പോ പൊറുപിറുക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് കാണാം. എവിടെയാ എന്റെ വാഗ്ദത്തം വിദൂരങ്ങളിൽ നിൽക്കുന്നത്? എവിടെയാണ് ദൈവശബ്ദം എന്റെ മുമ്പിൽ നടക്കാതെ പോകുന്നത്? എവിടെയാണ് ദൈവ ഇഷ്ടം എന്നെ നിറവേറാതെ പോകുന്നത്? എവിടെയാണ് എന്റെ തലമുറയുടെ ഭാവി എനിക്ക് കാണാൻ കഴിയാത്തത്? എവിടെയാണ് എന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും മൂടപ്പെട്ട് കിടക്കുന്നത്? ആമേൻ സ്തോത്രം. നമ്മൾ ഓരോരുത്തരും വെളിപ്പെടുന്ന കോപം. ഹല്ലേലൂയ. നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേൽക്കുന്നവരാ. പലപ്പോഴും എഴുന്നേൽക്കും, ശക്തിയോടെ എഴുന്നേൽക്കും. ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെട്ട് എഴുന്നേൽക്കും. അമ്മ എഴുന്നേറ്റ് നമ്മൾ ശക്തിയോടെ ആത്മനിയോഗത്തോടെ ദൂതിനെ ഏറ്റെടുക്കും. അതൊക്കെ നമ്മൾ ചെയ്യും. പുറപ്പെടാനും മനസ്സാ. ദൈവം പറഞ്ഞ ദൈവശബ്ദത്തിലേക്ക് ചെയ്യാനും മനസ്സാ. ഒരു പൊട്ടി നിൽക്കുന്ന പോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാകും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഈ ജീവിതത്തിന്റെ മുൻപിൽ നമ്മുടെ വെളിപ്പെടുന്ന ആ ദൈവശബ്ദം നടക്കാതിരിക്കാൻ നമ്മളെ അടയ്ക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ തന്നെ നമ്മൾ വലിയ പാവിയായിട്ട് മദ്യപാനിയെ, പുകവലിക്കുന്നവരെ, മറ്റുള്ളവരെയൊക്കെ നമ്മൾ മുദ്ര കുത്തി വെച്ചിരിക്കുക. സ്തോത്രം. ഈ മുദ്ര വെച്ചിരിക്കുമ്പോഴും മറു സൈഡിൽ പറയുക, നിന്റെ ജീവിതത്തിലെ വലിയ ഭാവമാ കോപം. ഇന്ന് പകൽ ആ കോപത്തോട് നിനക്ക് ടാറ്റ പറയാൻ കഴിയുമോ? നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കോപത്തിന്റെ ശക്തികളെ കീഴടക്കാൻ കഴിയും.
തീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യരെ, സഹോദരിമാരെ, ദൈവദാസിമാരെ, ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങളുടെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന നോട്ടത്തിൽ കൂടി ചില അന്ധകാര ശക്തികളെ ശാസിക്കുവാൻ അധികാരം പ്രാപിച്ച് ചിലർ എഴുന്നേൽക്കട്ടെ എന്ന് പകല്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഞങ്ങൾ പറയും, എനിക്ക് മറ്റൊരാളെ സാക്ഷ്യം പറയുവാൻ ഇതിനകത്ത് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, എന്റെ കാര്യം ഞാൻ അങ്ങ് പറയാം. ചർച്ചിൽ ശക്തമായ രീതിയിൽ ആരാധന വെളിപ്പെട്ട് ചില അന്ധകാര ശക്തികൾ ചിലരിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സഹോദരി പറയാ, എനിക്ക് ആന്റിയുടെ മുഖത്തേക്ക് കണ്ണിലോട്ട് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല. പെട്ടെന്ന് ഇവർ കുനിഞ്ഞു കുനിഞ്ഞു കുഞ്ഞു കീഴോട്ട് കുനിയുക. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കണ്ണിൽ കൂടി ദൈവദാസിമാരെ, ദൈവമക്കളെ, നിങ്ങൾ എഴുന്നേറ്റാധികാരിയുമായി നിൽക്കുമ്പോൾ, നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കുമ്പോൾ, നിങ്ങൾ ഒരു വ്യക്തിയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ആത്മശക്തിയോടെ നിങ്ങൾ പുറപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖത്തു നിന്ന് നിങ്ങളുടെ കണ്ണിൽ കൂടി ദൈവശക്തി വ്യാപരിക്കുവാൻ കഴിയും. നിങ്ങളുടെ കരത്തിൽ കൂടി മാത്രമല്ല, നിങ്ങളുടെ നാവിൽ കൂടി മാത്രമല്ല, നിങ്ങളുടെ കണ്ണിൽ കൂടി ദൈവശക്തി മറ്റൊരുളിലേക്ക് വ്യാപരിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആർക്കോ കഴിയും, ഞാൻ എഴുന്നേൽക്കുക കർത്താവേ, എന്നെ തന്നെ ഏൽപ്പിക്കുക. എന്നെ കുറിച്ചുള്ള ദൗത്യത്തിന് വിരോധമായി എഴുന്നേൽക്കുന്നതിനെ മുഴുവൻ ഞാൻ എന്റെ കാൽച്ചുവട്ടിൽ അമർത്തിക്കൊണ്ട് ഞാൻ എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റാൽ മാത്രമേ നിനക്ക് യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ. യാത്ര ചെയ്താൽ മാത്രമേ നിനക്ക് ചിലരെ കീഴടക്കാൻ കഴിയത്തുള്ളൂ. കീഴടക്കിയാൽ മാത്രമേ നിന്റേതായ വാക്തത്വങ്ങളിലേക്ക് നിനക്ക് എത്തുവാൻ കഴിയുള്ളൂ. ഇവിടെ ഫിലിപ്പോസ് റോമിൽ എത്തണമെന്നുള്ളതും അവൻ അവിടെ എത്താതിരിക്കുവാൻ അവനെ സ്തോത്രം ശക്തമായി കാരാഗ്രഹം അവനെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിനൊന്നും അവന്റെ പേരുള്ള വാക്തത്വത്തെ അടച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ റോമിലെത്തി ദൈവിക സുവിശേഷത്തിന്റെ മുമ്പിൽ ശക്തിയോടെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വെളിപ്പെടാം, പ്രതികൂലങ്ങൾ വെളിപ്പെടാം. ദൈവശബ്ദത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന പലതും നിനക്ക് എഴുന്നേൽക്കാം. ആമേൻ. ജീവിതത്തിന് മുമ്പിൽ തകർച്ചയുടെ അനുഭവങ്ങൾ എത്തിപ്പെടുമെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. ഇതെല്ലാം വെളിപ്പെടുമ്പോഴും വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ ശക്തിയോടെ, ആത്മനിയോഗത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ദൈവ നിയോഗത്തോടെ കൽപ്പിക്കണം. ഹല്ലേലൂയ. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, ശക്തിയോടെ എഴുന്നേൽക്കുക, ശക്തിയോടെ എഴുന്നേൽക്കുക. അന്ധകാര ശക്തികളെ കീഴടക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ, അമ്മേൻ, സകല വാഴ്ചകളെയും തകർക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ, പ്രാർത്ഥനയെങ്കിൽ ചിലത് തകർക്കുന്ന സഹോദരിമാർ, അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ചിലതിനെ ഉടയ്ക്കുന്ന സഹോദരിമാർ, അമ്മ ദൈവാത്മാവനോട് പറയുക, ആത്മനിയോഗത്തോടെ ആരാധിക്കുമ്പോൾ ചിലത് തകരുന്ന സഹോദരിമാർ ഇതിനകത്തുണ്ട്. ദൈവ ശബ്ദം നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അത് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ചിലത് നിങ്ങളുടെ മുമ്പിൽ തകർന്നു വീഴുന്ന അനുഭവങ്ങളുള്ള സഹോദരിമാർ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശബ്ദം നിങ്ങളുടെ ശത്രുവിന്റെ ശക്തിക്ക് നേരെ കേൾക്കുമ്പോൾ അവന് അവിടെ ഇരിക്കുവാൻ കഴിയാതെ പറഞ്ഞു പോകുന്ന ദൈവ ശബ്ദമുള്ള സഹോദരിമാർ. ദൈവ നിയോഗത്തോടെ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഏൽപ്പിക്കണം സഹോദരിമാരെ. ഈ കാലഘട്ടം അധികം ഇനി മുന്നോട്ട് പോകാനില്ല. ചുരുക്കം കാലഘട്ടങ്ങളിൽ ശക്തിയോടെ ചിലത് ചെയ്യുവാൻ ദൈവ ശബ്ദത്തിന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ ആരൊക്കെ തയ്യാറാണ്? നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തനായി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തകർത്തു കളയുന്ന ചില കോപങ്ങളുടെ ശക്തികൾ നമ്മളെ വിട്ടെന്നേക്കുമായി തകർന്നു പോകണം. ആമേൻ. പൗലോസിനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളെ അടച്ചു കളയുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല അവിടെ. ആമേൻ. സ്തോത്രം. അവൻ നിൽക്കേണ്ടവിടത്ത് നിന്ന് ആത്മശക്തിയോടുകൂടി ദൈവ ശബ്ദത്തെ അതുപോലെ പ്രസ്താവിക്കുവാൻ ഇടയായി തീർന്നു. നന്ദി കർത്താവേ. റബന ഘടകജനാദന. ദൈവമുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ വിനയപ്പെടുത്തുക കർത്താവേ. എന്നെ കുറിച്ചുള്ള ദൈവിക നിയമങ്ങളെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക കർത്താവേ. എന്നെ തന്നെ താഴ്ത്തുക കർത്താവേ.
ആമേൻ സ്തോത്രം. പലതരും അങ്ങനെയുള്ള രീതിയിൽ ദൈവസന്നിധി നിമിഷങ്ങളിലും ഓരോ മണിക്കൂറുകളിലും ദൈവസന്നിധി പൊറുവിറുക്കുന്നവരെ ചിലരെ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവി സമയത്തിൽ പറയുക, വാക്തത്വങ്ങൾ കാണാൻ കഴിയാതെ പൊറുവിറുക്കുന്ന ചിലർ ഈ മീറ്റിംഗിൽ ഈ സമയത്തുമുണ്ട്. ആമേൻ. ഈ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് മുറിവേറ്റിട്ട് പലപ്പോഴും ആമേൻ ജീവിതം എന്തിനെന്ന് ചിന്തിക്കുന്നവർ ചിലർ എന്നെ ശ്രദ്ധിക്കുന്നു. ദൈവാത്മാവിൽ ഞാൻ പറയുക, നിങ്ങൾ എതിർത്തു നിൽക്കേണ്ടതിനോട് എതിർത്തു നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്തേണ്ടവിടത്തെത്താൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വന്ന അനുഭവങ്ങളെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഉണ്ടാകും, കർത്താവേ, ഞാൻ ഇതിനൊക്കെയാണോ തിരഞ്ഞെടുത്തത്? ഇതൊക്കെയാണോ ദൈവത്തിന്റെ ഉദ്ദേശം എന്നെ കുറിച്ചുള്ളത്? അപ്പ ഇതൊന്നും നടക്കാത്തത്? ഇതെന്താണ് ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ആമേൻ സ്തോത്രം. നീ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് പോയി ഇരിക്കുമ്പോഴാ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പം, എന്റെ മകളെ, നീ എന്തിനാ ആകുലപ്പെടുന്നേ? എന്തിനാ കരയുന്നേ? ആമേൻ സ്തോത്രം. ചിലപ്പം ആരും കാണുകയല്ല ഒരു വാക്ക് പറയാൻ. ഈ വാക്കൊന്ന് പറയാൻ, ആ വാക്ക് മതി പെട്ടെന്ന് നമ്മളത് ശക്തിയോടെ എഴുന്നേൽക്കാൻ. ആമേൻ. അങ്ങനെ ഒരു വാക്ക് തന്നത് ധൈര്യപ്പെടുത്താൻ ഒരുത്തരും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടില്ല എന്ന് വരാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അന്ധകാരങ്ങൾക്കും നമ്മളെ ഒതുക്കി വെക്കുവാൻ കഴിയുകയില്ല. ഒരു അന്ധകാര ശക്തികൾക്കും നമ്മളെ പിടിച്ചു കെട്ടുവാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം. യേശുപ്പച്ചൻ 40 ദിനം ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ സാത്താൻ അവന്റെ അടുത്ത് എന്നിട്ട് പരീക്ഷിച്ച് ഏതെല്ലാം തരത്തിൽ കൂടി അവന്റെ മേൽ വെളിപ്പെടുന്ന നിയോഗത്തെ തകർത്ത് കളയുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർ എഴുന്നേൽക്കട്ടെ. ആമേൻ. ശത്രുവിന്റെ പ്രവർത്തികളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവർ ആത്മനിയോഗത്തോടെ എഴുന്നേൽക്കട്ടെ. അങ്ങനെയുള്ളവരെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അവന്റെ പ്രവർത്തികളെ തകർക്കുവാൻ കഴിയുന്നവർ ഇതിനകത്ത് ഈ ഗ്രൂപ്പിനകത്ത് എഴുന്നേൽക്കട്ടെ. ദൈവശക്തിക്ക് വേണ്ടി നിയോഗത്തോടെ എഴുന്നേറ്റ് അധികാരത്തോടെ പ്രഖ്യാപിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങളെ കീഴടക്കുന്ന അധികാരത്തിന്റെ ശക്തിയുള്ളവർ എഴുന്നേൽക്കട്ടെ. ദൈവ ശബ്ദത്തിന് നേരെ തേരിനോട് ചേർന്ന് സഞ്ചരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ദുഷ്ടശക്തികളെ തിരിച്ചറിയുന്ന കൂട്ടം എഴുന്നേൽക്കട്ടെ. വിവേചന വരത്തിൽ നിറയപ്പെടുന്നവർ എഴുന്നേൽക്കട്ടെ. ആമേൻ സ്തോത്രം. ദുഷ്ടൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ആമേൻ ആയുധം ഉപയോഗിക്കുവാനുള്ള ശക്തി പ്രാപിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടം അങ്ങനെയുള്ളവരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവശക്തിയെ എങ്ങനെ തിരിച്ചറിഞ്ഞ് യൂസ് ചെയ്യാൻ എങ്ങനെ പറ്റും? ഏത് തരത്തിൽ കൂടി ഞാൻ ഉപയോഗിച്ചാൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗമായി വെളിപ്പെടുമെന്ന് ആമേൻ ആത്മനിയോഗത്തോടെ ദർശനം കണ്ട് ആമേൻ അത് ഉപയോഗിക്കുവാൻ കഴിവുള്ളവരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ ഈ നാളുകളിൽ. ആമേൻ. അങ്ങനെ ഏതെല്ലാം ശക്തികൾ ആമേൻ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നാൽ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ആമേൻ ഇങ്ങനെയുള്ളവരെ മുന്നോട്ട് വിടാതിരിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ എഴുന്നേറ്റ് വന്നാലും നീ അതിനോട് പോരാടി നിന്നാൽ നീ എത്തേണ്ടവിടത്തെത്തും. വാഗ്ദത്തങ്ങൾ അടച്ചു കളയുന്നവരായി തീരരുത്. ദൈവ ശബ്ദത്തെ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നവർ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ശബ്ദം അതുപോലെ ഞാൻ പറയുമ്പോൾ ഏറ്റെടുക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി എഴുന്നേറ്റ് പുറപ്പെടാൻ നമുക്ക് ചിലരെ കീഴടക്കാം, ചില ശക്തികളെ കീഴടക്കാം. ആത്മനിറവിൽ നമ്മുടെ ഭവനത്തിലുള്ളവർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ തലമുറകൾ അതിനുവേണ്ടി ശക്തരായി തീരട്ടെ. അതിനുവേണ്ടി നിയോഗമുള്ളവരായി തീരട്ടെ. തലമുറകളുടെ മേൽ വെളിപ്പെടേണ്ട ദൈവശക്തികളെ തടയുന്നത് ഇന്ന് മകൾ തകർന്നു പോകട്ടെ. ആമേൻ. അവരുടെ ജീവിതത്തിന്റെ ഭാവിയിൽ അവരെ അടയ്ക്കുന്നത് ഇന്ന് മകൾ തകർന്നു പോകട്ടെ. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ചൊല്ലി വേദനിച്ചായിരിക്കുന്നുവോ? ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടു. കർത്താവിന്റെ തലമുറയെ എത്തിക്കേണ്ടതുപോലെ എത്തിക്കുവാൻ എന്റെ ദൈവം മതിയായവനാ. അതിന്റെ മുൻപിൽ വെളിപ്പെടുന്ന ഒരു ശത്രുവിന്റെ ശക്തികളുടെ വാക്കുകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയുടെ മുൻപിൽ അടങ്ങി നിൽക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് സകലത്തിനു മേലും ജയാളിയാ.
ആ ചെയ്യാളിയായി ജീവിക്കുന്നവന്റെ മക്കളെങ്കിൽ അവകാശികളുമാൻ. ശമനഘടക, എന്റെ അവകാശത്തിന്റെ മേല് ദുഷ്ടന്റെ ചെങ്കോൽ കൊണ്ടുവന്ന് വെക്കുവാൻ ദൈവം സമ്മതിക്കയില്ല എന്ന് ഇന്ന് പകൽ ആടി ഉറച്ചു വിശ്വസിക്കുക. ദൈവാത്മാവനോട് പറയുന്നു, അമ്മ നീ ആത്മാവിൽ ശക്തിപ്പെട്ട് ഉറച്ചു കൽപ്പിച്ചിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മ നീ പ്രാപിച്ച ദൈവ ശബ്ദത്തെ അടച്ചു കളയുന്ന ശക്തിയെ നീ ജയിക്കണം. പ്രതിസന്ധികളുടെ വാതുറന്ന ചില നെഗറ്റീവുകൾ പറയുന്നവരുള്ളപ്പോഴും നീ പറയണം, ഇല്ല, എന്റെ മേലുള്ള, എന്റെ തലമുറയുടെ മേലുള്ള, എന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുക. കാരണം ഞാൻ എഴുന്നേറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ദൗത്യം തികച്ചെടുക്കുവാൻ വേണ്ടി. സ്തോത്രം. ദൈവ സാന്നിധ്യത്തെ തകർക്കുവാൻ കഴിയാത്ത ഒരു വ്യത്യസ്തമായിരിക്കുന്ന ആ കവറിങ്ങിന്റെ അകത്ത് ദൈവം നമ്മെ വസിപ്പിച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഏതോ എത്രയോ നാളുകൾക്ക് മുൻപേ സ്തോത്രം എല്ലാം തകർന്നു പോയി. ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട പ്രതിസന്ധി ഓർത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇതിനകത്തുള്ളവർക്കൊക്കെ എങ്ങനെ നിന്നു കർത്താവേ എന്ന് ചോദിക്കുന്നൊക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവാത്മാവ് ഇന്ന് പകല് പറയുക, എങ്കിലും നീ അതൊന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കണ്ട. നിന്നെ കുറിച്ചുള്ള ദൗത്യത്തിലേക്ക് നീ ചെന്നേ മതിയാകുകയുള്ളൂ. പകരക്കാരനെ ആക്കാൻ നമ്മൾ ഓരോരുത്തരും വിട്ടുകൊടുക്കരുതേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൗത്യത്തെ തികച്ചേ പറ്റൂ. നീ അത് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അടുത്ത ഒരാളെ അതിനെ അധികാരപ്പെടുത്തും. ഹല്ലേലൂയ. എന്നാൽ എന്നെ കുറിച്ചുള്ള ദൗത്യം തികയ്ക്കുന്നതാ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയിൽ ഞാൻ ചെല്ലണം, ആ പദ്ധതി ഞാൻ എത്തണം, ആ നിയോഗത്തിൽ ഞാൻ എത്തണം, ആ കർത്താവിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടണം. ഇന്ന് പകൽ അധികാരത്തോടെ പ്രഖ്യാപിച്ചാട്ടെ. നിങ്ങളുടെ അത്തരം തുറന്ന് നിങ്ങൾ ഇരിക്കുന്നവിടത്തിരുന്ന് പറ, കർത്താവേ, എന്റെ മേൽ വാഗ്ദത്തങ്ങളും ദൈവപ്രവർത്തികളും നടക്കുവാൻ കഴിഞ്ഞ് എഴുന്നേറ്റ് യാത്ര ചെയ്യാൻ കഴിയാതെ എന്നെ അടയ്ക്കുന്നതെല്ലാം ഞാൻ തന്നെ നിയോഗത്തോടെ പറയുക, വിട്ടുമാറാൻ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ മുന്നോട്ട് പോകും. ദൈവം ഉപദേശിക്കുന്ന ദൈവ നിയോഗം ഞാൻ ചെയ്യുവാനുള്ളതെല്ലാം ചെയ്യും. അവൻ അതിനെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം അതിന്റെ ശക്തികളെ മുഴുവൻ തകർത്തവനാ എന്നോട് കൂടെ ഉള്ളത്. ദൈവ നിയോഗങ്ങളെ പലപ്പോഴും അടയ്ക്കാനാ പൈശാചികതയുടെ പോരാട്ടം. ഒരു അപ്പൊ തന്നെ വാഗ്ദത്തങ്ങൾ അങ്ങ് ഭയങ്കരമായിട്ട് കേട്ടും കിടക്കും. സ്തോത്രം. ദൈവ ശബ്ദം ചലിക്കാൻ കഴിയുന്നില്ല. ദൈവ ശബ്ദത്തെ ഇന്ന് പകൽ ഇരിക്കുന്നവിടത്തിരുന്ന് കർത്താവേ, ദൈവ ശബ്ദത്തിന് ചലിക്കാൻ കഴിയാതെ എന്റെ മുൻപിൽ കടന്ന് ഇരുട്ട് പോലെ മൂടിക്കിടക്കുന്ന ഈ അന്ധകാരം, ദൈവ ശബ്ദത്തിന് മൂവ് ചെയ്യാൻ പറ്റാത്ത ഞാനാണോ തടസ്സക്കാരൻ? കർത്താവേ, ഞാൻ എന്നെ അങ്ങ് തിരുക്കരങ്ങളിലേക്ക് തരികയാ. ദൈവശബ്ദം മൂവ് ചെയ്താട്ടെ. ഞാൻ നിന്റെ മകളാ. സ്തോത്രം. ഹല്ലേലൂയ. മക്കളെങ്കിൽ അവകാശികളാ. നമ്മുടെ അപ്പനോടല്ലാതെ ആരോടാ ചോദിക്കുന്നേ? അവകാശത്തോടെ വാങ്ങിക്കേണ്ടത് അവകാശത്തോടെ വാങ്ങിച്ചേ പറ്റൂ. ആമേൻ. അത് ഞാൻ മേടിക്കേണ്ടത് വേറൊരാൾ വന്ന് വാങ്ങിക്കത്തില്ല. ആമേൻ. ഞാൻ തന്നെ വാങ്ങിക്കണം. അത് ഞാൻ പറയണം, എനിക്കുള്ളത് എനിക്ക് വേണം. ഞാൻ എനിക്കുള്ളത് വാങ്ങിച്ചോണ്ടങ്ങ് പോട്ടെപ്പാ. ഇന്ന് പകൽ പലരുടെയും വാഗ്ദത്തങ്ങളെ അടച്ചു കിടക്കുന്നത് പുറത്തു വരട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിങ്ങൾ കവർത്താൻ കഴിയാത്ത കോപത്തോട് അധികാരത്തോടെ പ്രഖ്യാപിച്ചാൽ അത് നിങ്ങളെ വിട്ടഴിയും. ഇന്ന് അമ്മയൻ ദൈവാത്മാവ് പറയുക, ചിലതിന്റെ ജീവിത വാഗ്ദത്തങ്ങളെ അടയ്ക്കുന്ന ചില കോപങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കോപത്തിൽ കൂടി പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വാഗ്ദത്തങ്ങളിൽ വെളിപ്പെടുന്ന പാവങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ ജനം ദൈവനിയോഗമുള്ള ജനക്കൂട്ടമാ. ഇതിനകത്ത് കയറുന്ന ജനം ദൈവ ശബ്ദത്തിന് വേണ്ടി കാതു കൊടുക്കുന്ന കൂട്ടമാ. ശക്തിപ്പെട്ട് എഴുന്നേൽക്കട്ടെ ചിലവര്.
ആത്മശക്തിയോടെ എഴുന്നേൽക്കട്ടെ. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ ഭവനങ്ങളിൽ നിന്ന് കയറിയിരിക്കുന്ന സഹോദരിമാരെ, ദൈവ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ചലിപ്പിക്കുന്നതാണ് നിങ്ങളുടെ അതരം. ആമേൻ. നിങ്ങളുടെ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളെ പൊക്കിയെടുക്കുന്നതാ നിങ്ങളുടെ നാവ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇന്ന കാര്യം നടക്കുകയില്ലെന്ന് ഒരു വിഷയത്തെ നോക്കി 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ പിന്നെ നടക്കത്തില്ല. എത്ര നടക്കത്തില്ലാത്ത വിഷയത്തെയും അത്തരം തുറന്ന് നീ പറ, നടക്കും. അത് നടക്കും. അതെന്റെ കരുത്തിൽ വരും. ഇന്ന പകൽ ദൈവാത്മാവനോട് പറയുക, ചില വിഷയങ്ങൾ കരുത്തിൽ വരാൻ വേണ്ടി ചില നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും ചില വിഷയങ്ങൾ, മറുപടികൾ കരുത്തിൽ വരാതെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചില മറുപടിയുടെ കരങ്ങളെ കരുത്തി കൊണ്ടുവന്ന് തരുവാൻ തയ്യാറാ. നീ ചിലതിനോട് ടാറ്റ പറയാമോ? ആമേൻ, സ്തോത്രം. എനിക്ക് കഴിയുന്നില്ലപ്പാ, അങ്ങയുടെ കൃപ എനിക്ക് വേണം. ഞാനൊന്നുമല്ലപ്പാ, നിന്റെ സ്നേഹം എനിക്ക് തന്നേ മതിയാകുള്ളൂ. നിന്റെ കരുണ എനിക്ക് തന്നേ മതിയാകുള്ളൂ. അവിടുന്ന് എന്നെ ശക്തീകരിക്കണം. ഞാൻ എത്തേണ്ടവിടത്ത് എത്തട്ടെ. ഞാൻ അവിടെ തികച്ചെടുക്കുവാനുള്ള ചെയ്യട്ടെ. ആത്മാവിന്റെ ബലത്തോടു കൂടി എഴുന്നേൽക്കുന്ന ദൈവത്തിന് മുമ്പിൽ ചില പ്രതിസന്ധികൾ ഇന്ന് പകൽ വഴിമാറാൻ പോകുക. ചില ദുഷ്ടതകൾ വഴിമാറാൻ പോകുക. വർഷങ്ങളായി ചിലതിനെ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന പോലെ ചില അടിച്ചമർത്തിയിരിക്കുന്ന ചില അടിച്ചമർത്തുകൾ ദൈവനാമത്താൽ നീങ്ങിപ്പോകാൻ പോകുക. ദൈവത്തിന്റെ കൃപ, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ഇന്ന് പകൽ ആ ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, നിന്റെ ശബ്ദം എന്റെ കാതുകളിൽ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ജഗനം ജഗനം ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടട്ടെ. ദൈവശബ്ദം വെളിപ്പെടട്ടെ. ദൈവശബ്ദം വെളിപ്പെടട്ടെ. വാഗ്ദത്തങ്ങളുടെ കലവറകൾ വെയ്തിറങ്ങട്ടെ. വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾ വെളിപ്പെടട്ടെ. അതിന്റെ വിപരീതമായി നിൽക്കുന്നതെല്ലാം അടഞ്ഞു പോകട്ടെ. ദൈവമക്കളെ, ചിലതിനോട് നീ അടയാൻ പറഞ്ഞ അടയും. ശത്രുവിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ചില ഡോറുകൾ അടിയട്ടെ എന്ന് നീ പറഞ്ഞാൽ അത് അടയും. കാരണം നീ ദൈവത്തിന്റെ പൈതലാ, ദൈവത്തിന്റെ പ്രിയ മക്കളാ, ദൈവത്താൽ തിരഞ്ഞെടുത്തിരിക്കുന്നതാ, ദൈവം നിന്നെ കണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് നിന്റെ വിഷയത്തിന് മറുപടി തരാതിരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിനെ വർഷങ്ങളായി ചില പ്രത്യേകരമായ കരവലയത്തിന് അകത്താക്കിയിട്ടിട്ട് ചിലതിന്റെ മൈൻഡിനെ തെറ്റിക്കുന്ന അന്ധകാര ശക്തിയോട് അധികാരത്തോടെ കൽപ്പിക്കുന്നു, വിട്ടുമാറ്. ചിലത് വിട്ടുമാറുന്ന പകലായി ഇന്ന് പകൽ, ചിലത് അഴിഞ്ഞു മാറുന്ന പകലാ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ നല്ല വാർത്തകൾ നിങ്ങളുടെ ചാതുകളിൽ കേൾക്കുന്ന പകലായി ഇന്ന് പകൽ. രോഗത്തിന്റെ കെടുതികൾ പറഞ്ഞ് നീ മടുത്തു. കർത്താവേ, എന്നും രോഗമാ. അങ്ങ് തന്ന ശരീരമാ. എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവാത്മാവ് പറയുക, കർത്താവേ, ഞാൻ എന്നിൽ വെളിപ്പെടുന്ന കോപത്തോടും എന്നിൽ വെളിപ്പെടുന്ന പാപ സ്വഭാവത്തോടും ഞാൻ ടാറ്റ പറയുക. എന്നിൽ വെളിപ്പെടേണ്ട ദൈവനീതികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്നിൽ വെക്കേണ്ടതെല്ലാം അവിടെ ഇരുന്നോട്ടെ. ഞാൻ അതിനോടൊന്നും ടാറ്റ പറയുകയില്ല. പക്ഷെ എന്നിലേക്ക് വരാനുള്ളതൊന്നും വരട്ടെ എന്ന് പറഞ്ഞാലേ അങ്ങനെ വരത്തില്ല. സ്തോത്രം. അങ്ങനെ വരത്തില്ല. നീ എത്തേണ്ടവിടത്ത് എത്തണമെങ്കിൽ, നീ എത്തേണ്ടവിടത്ത് എത്തി നീ കാണേണ്ടത് കാണണമെങ്കിൽ, നീ അനുഭവിക്കേണ്ടത് അനുഭവിക്കണമെങ്കിൽ, നിന്നിൽ വെളിപ്പെടേണ്ട ദൈവിക നിയമങ്ങൾ വെളിപ്പെടണമെങ്കിൽ ദൈവാത്മാവനോട് പറയുന്നു, ആമേ സ്തോത്രം, നിന്റെ മേൽ മുൻപിൽ വെളിപ്പെടേണ്ട ദൈവ ശബ്ദത്തിന്, ആ ദൈവ നിയോഗത്തിന് നീ കീഴ്പ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സാക്ഷ്യം ഒന്ന് ഓട്ടിച്ചു വേഗം പറയാം, വെക്കെന്ന് പറയാം. വർഷങ്ങളായി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ ഒരു കുടുംബം. ആമേൻ. യേശുവിനെ അറിഞ്ഞതാ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതാ, അറിഞ്ഞതാ. മക്കളും അമ്മയൊക്കെ. ആമേൻ. യാത്രയുടെ മുമ്പിൽ അതിനുവേണ്ടി കുഞ്ഞിന് വേണ്ടി ഡോക്ടറാ. ആ കുഞ്ഞൊരു ഡോക്ടർ ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒത്തില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് കത്തോലിക്കയിൽ പോയി സ്നാനമേറ്റ് ആ കുഞ്ഞിന് വിവാഹം നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പൈതലെ, ദൈവ പൈതലിന് തുണയില്ലയോ കൊടുക്കാൻ കർത്താവിന്?
നീ പോന്നത് പോലെ നിനക്ക് തോന്നിയതുപോലെ നിനക്ക് ഇഷ്ടമുള്ളോടത്തോടെ നിനക്ക് ബോധിച്ചു പോടത്തോടെയും ഒക്കെ നടന്നിട്ട് വാക്തത്വം ഇതിനകത്തൊരു പെണ്ണുമില്ല ആണുമില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യലെ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുന്ന ദൈവവൈദ്യന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. അതിന് ചില നിയമങ്ങളുള്ളത് കേട്ടോ. ചുമ്മാ യാതൊരു റൂളും ഇല്ലാതെ വന്നിയായിരുന്നു ഒന്നും വല്ലതൊന്നും. ഇതൊക്കെ ചില ദൈവ പദ്ധതിയോടുകൂടി വെളിപ്പെട്ട് വരേണ്ടതാ. അല്ലാത്തതൊക്കെ പൊറുപുറത്ത് ആമേ സ്തോത്രം അങ്ങനെ അങ്ങ് പോകും. ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തുകൊടുത്ത് അവിടുത്തെ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുത്ത് കാത്തിരിക്കുന്ന ദൈവവൈദ്യന്റെ മുമ്പിൽ ആ അനുഗ്രഹങ്ങൾ വന്നു ചേരേണ്ടത് വന്നു ചേരും. അല്ലാത്തതൊക്കെ പൊറുപുറത്ത് ഇങ്ങനെ അങ്ങ് പോകും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മളിൽ ഓരോരുത്തരും ആർക്കും ദൈവശക്തിയെ ധിക്കരിച്ച് യാത്ര ചെയ്യുന്നവരായി തീരരുത്. കർത്താവേ, അടിയനോട് വിളിക്കുമ്പോ അടിയനിത എന്ന് കൽപ്പിക്കുന്ന, അടിയനിത കർത്താവേ എന്നുള്ള സമ്മതിച്ചു കൊടുക്കുന്ന, കർത്താവേ നിന്റെ ശബ്ദമിതാ ഞാൻ കേൾക്കുന്നപ്പാ അടിയനിത എന്നുള്ള സമർപ്പണം ഉള്ളവരാരുണ്ടോ അവർക്ക് വേണ്ടി ഇന്ന് പകൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തിയുടെ വഴികൾ ദൈവം തുറക്കും. ചില മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് നാളുകളായി സീൽ ചെയ്യാതെ പോയ ചില വിഷയങ്ങളുടെ മുമ്പിൽ നോക്കി ദൈവാത്മാവ് പറയുക, ചില മറുപടികൾ ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാ. ചില ദൈവ ശബ്ദങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാ. മുദ്ര ചെയ്തു പോയത് ദൈവാത്മാവ് പറയുക, നിനക്കത് ലഭിക്കും. ആമേൻ. നീ അവിശ്വാസം കൂടാതെ വിശ്വാസത്തിൽ ഉറയ്ക്ക്. നിന്റെ ജീവിതത്തിൽ ലഭിക്കാൻ കഴിയാതെ അടഞ്ഞു പോയത് എവിടെയെന്ന് മനസ്സിലാക്കി നീ ഉണര്. ആമേൻ സ്തോത്രം. ഉണരുന്ന ദൈവവൈദ്യനെ സംബന്ധിച്ച് മറുപടി നിശ്ചയമാണ്. ദൈവം തന്റെ ജനത്തെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമാണ്. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു. സ്ഥിതി മാറ്റും. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു. എന്തിനാ അങ്ങനെ അങ്ങ് പറഞ്ഞേ? ഹല്ലേലൂയ സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു. ദൈവം ജനത്തിന്റെ അവസ്ഥ മാറ്റുമെന്ന് ദൈവം എന്നോട് ഇടപെട്ട ആ വാക്കുകൾ എന്റെ വായിലേക്ക് തരുന്നുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു വിടുകയാ. അതിൽ കൂടിയൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകാം. ആമേ. ദൈവം പറയുക, ദൈവവചനത്തിൽ കൂടി പറയുക, സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. സ്ഥിതി നീ ഇന്ന് അനുഭവിക്കുന്ന പരാജയത്തിന്റെ സ്ഥിതി, ഇന്ന് അനുഭവിക്കുന്ന നിന്ദയുടെ സ്ഥിതി, ഇന്ന് അനുഭവിക്കുന്ന പരിഹാസത്തിന്റെ അവസ്ഥ, ആമേൻ ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന ഏത് അവസ്ഥകളുടെയും അനുഭവങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം പറയാ, നിന്റെ സ്ഥിതി മാറ്റും. പക്ഷെ ഒരു പ്രോമിസ് ഉണ്ട്, നീ അവന്റെ സന്നിധിയിൽ എത്തണം. നീ ഉപേക്ഷിക്കപ്പെടണം. നീ തള്ളണം. നീ ഉപേക്ഷിക്കണം. നിന്റെതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് എന്റെ സ്ഥിതി മാറുമെന്ന് പറയരുതേ. നിന്റെ സ്വഭാവത്തിനും നിന്റെ രീതികൾക്കും നീ ഒന്ന് മാറ്റം കൽപ്പീര്. സ്ഥിതി മാറട്ടെ. സ്ഥിതി മാറ്റും. നാളുകളും കൊണ്ട് നീ ഇരുന്നങ്ങ് പരാതി പറയുക, എന്റെ സ്ഥിതി മാത്രം മാറുന്നില്ലെന്ന്, എന്റെ അവസ്ഥ മാത്രം മാറുന്നില്ലെന്ന്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ പറയുക, നിന്റെ സ്ഥിതി മാറും, പക്ഷെ നിന്റെ സ്വഭാവം മാറണം. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറണമെങ്കിൽ നിന്റെ സ്വഭാവം മാറണം. ആമേൻ. സ്വഭാവം മാറിയാൽ മാത്രമേ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരത്തുള്ളൂ. സ്ഥിതിക്ക് മാറ്റം വന്നാൽ ആമേൻ നിന്നെ നിന്ദിച്ചവർ കാണും, അവിടെ സ്ഥിതി മാറിയല്ലോ, അവിടെ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട്. യാതൊരു പ്രോമിസും ഇല്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതത്തിന്. ചില ഉറപ്പുള്ള ചില വാക്കുകളും സന്ദേശങ്ങളും ഉണ്ട്. അതിൽ ഉറപ്പിച്ചിരിക്കുന്നത് ദൈവജനത്തെ കുറിച്ചുള്ള ദൈവിക വാക്തത്വങ്ങൾ. ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ സംസാരിച്ചതിനകത്ത് പേരാരോടും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് സംസാരിച്ചില്ലെങ്കിലും ദൈവശബ്ദം ഓരോരുത്തരെയും ഉണർത്തിയെന്ന് ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുക. ഒറ്റ വാക്ക് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ദൈവനിക്കുന്ന സന്ദേശങ്ങളിൽ ചില രോഗത്തിന്റെ കെടുതികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറും. ചില അത്ഭുതകരമായ വഴികൾ ദൈവാത്മാവ് നിന്റെ മുമ്പിൽ തുറന്നു വരും. ദൈവശക്തിക്ക് മുമ്പിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ട ദൈവ ശബ്ദങ്ങൾ ശക്തിയോടെ മുഴങ്ങും. ഇന്ന് പകൽ ആ ദൈവ ശബ്ദത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ, നീ എഴുന്നേറ്റ് യാത്ര ചെയ്യാൻ തയ്യാറായാൽ നിന്റെ യാത്രയുടെ മുമ്പിൽ എത്തേണ്ടടുത്ത് നിന്റെ ദൈവം എത്തിപ്പിക്കുന്നത് നിസ്സാരക്കാരനായിട്ടല്ല, അസാധാരണമായ ദൈവശക്തിയോടുകൂടെ ദൈവം നിന്നെ അവിടെ നിർത്തുമെന്ന് ദൈവാത്മാവിന് പകരം പറയുകയാ. നീ എഴുന്നേൽക്ക, ശക്തിപ്പെട, കോപത്തോട് തെറ്റവറ, പാപത്തോട് വിടവറ. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നിന്നെ തന്നെ ഉണർത്തി ദൈവകരങ്ങളൊന്ന് എഴുന്നേറ്റാട്ടെ.
ശമനഘടകതീയാന. പലതും ഭാവിയുടെ ഒരു വഴി കാണാൻ കഴിയാതെ എവിടെയോ അടയപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഇന്ന് പകൽ മറുപടി തരട്ടെ. റാമാന ഘടക ജനാധിയാന ഘടക. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക. ദൈവം അവിടുന്ന് സഹായിക്കണം. തന്റെ ജനത്തിന് വെളിപ്പെടേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾ, അവർ നടക്കേണ്ടുന്ന വഴികൾ, അവരുടെ മുമ്പിൽ വെളിപ്പെടേണ്ടത് സകലതും വെളിപ്പെടണം പിതാവേ. ശക്തിയോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവയോയിക്കുമാറാകണം. ഹേവസ്നേ സ്തോത്രം. അങ്ങയുടെ ദാസിയെയും ദാസനെയും കുടുംബമായി തലമുറകളായി ദൈവയോയിക്കണമേ. ഇതിനകത്ത് ശക്തമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന എല്ലാ സഹോദരിമാരെയും ഇതിനകത്ത് പ്രവേശിച്ച എല്ലാ ദൈവജനത്തോടും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുള്ള ദൈവവചനത്തിന്റെ ക്രിയ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് പാർക്കണം കർത്താവേ. അതിന്റെ മറുപടികൾ വെളിപ്പെട്ട കർത്താവേ. ശക്തമായ കൃപയിൽ പൊതിയണം. രാജ്യങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലാക്കി ദൈവജനത്തെ ദൈവമാക്കി നട്ടിരിക്കുമ്പോൾ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ തക്കതായ രീതിയിലുള്ള ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ഓരോരുത്തരുടെ മേലും ആ ശക്തി ശക്തമായി പകരേണ്ടതിന് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. ഒരന്ധകാരങ്ങൾ അവരെ പിടിച്ചു വെട്ടരുത്. ആത്മനിറവോടെ അവരായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ സമയം തീർന്നല്ലോ. എനിക്ക് അവസരമൊരുക്കിയ ഭേവാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കുടുംബമായി നിങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഈ ടീമിനെയും എല്ലാം ഓർത്ത് ശക്തിയോടെ മുന്നോട്ടും പ്രാർത്ഥനയിൽ വഹിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അവസരം തന്നവർക്ക് ആമേൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. മാറാനാഥ.